Hello, good morning. Hello, good morning all. Good morning, ma'am. Okay. എന്നെ ക്ലാസ് ഒക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. ട്രാൻസ്ഫർ ഓപ്പറേഷന്റെ ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലെല്ലാം PDF ഉണ്ടാവുമല്ലേ? ഹലോ, ക്ലാസ് കേൾക്കാം? പറഞ്ഞോ. ആക്ച്വലി എന്തോ പറയാൻ വന്നു, എന്തെങ്കിലും? ഹലോ, എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എങ്ങനെ നിങ്ങൾ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ലാസ്റ്റ് ടൈം മതിയില്ലേ ഡിസ്കഷന്? ഓക്കെ, നമ്മളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പൊ നമ്മള് ട്രാൻസ്ഫർ പേഷ്യന്റ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തു. അവസാനം നമ്മള് എന്താ മോഡ് ഓഫ് ട്രാൻസ്ഫർ വരെ പറഞ്ഞു നിർത്തി. അതിന്റെ കുറച്ച് നമ്മൾ തുടങ്ങി, വീണ്ടും കുറച്ചും കൂടി വിവരിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ പെട്ടെന്ന് പറ്റിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് തിരികെ തുടങ്ങേണ്ടത് എന്താ? മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് അല്ലേ? അത് തന്നെയല്ലേ? നിങ്ങൾ അതുവരേക്കും കുഴപ്പമില്ലാതെയൊക്കെ കവർ ചെയ്തില്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. മോഡ് ഓഫ് ട്രാൻസ്ഫർ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു കുറെ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴും കുറച്ച് എന്താ പറയുക ക്രിട്ടിക്കൽ സ്റ്റേജുകളൊക്കെ വരുമ്പോഴാണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ രോഗ നിർണയത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നത്. അപ്പോ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് രീതിയിലാണ്. അതായത് നമുക്ക് ഹോസ്പിറ്റലിനകത്ത് തന്നെയാണെങ്കിലല്ലേ നമുക്ക് വീൽ ചെയറും സ്ട്രക്ചറൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് മറ്റു രീതിയിലാവുമ്പോൾ എന്താണ്, നമുക്ക് റോഡ് മാർഗം അല്ലെങ്കിൽ എയർവേ വഴിയാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നത്. അതായത് നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്, അതായത് ടു മോസ്റ്റ് കോമൺലി എംപ്ലോയിഡ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആർ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ബൈ ഇൻക്ലൂഡിംഗ് ആംബുലൻസ് and mobile intensive care unit and air transport including helicopter or aeroplane ambulance. നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, വായിച്ചു പോയിന്നേ ഉള്ളൂ. പിന്നെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്, ഇത് തന്നെയാണ് നമ്മൾ കൂടുതൽ അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഉള്ളത് വന്നത് അല്ലേ? നിങ്ങള് ഇത് തന്നെയല്ലേ? ഇത് തന്നെയല്ലേ വീണ്ടും? ഓക്കെ, അപ്പോ എന്താ പറയുക, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ാണ് നമ്മൾ നെക്സ്റ്റ് തുടങ്ങുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. അതായത് നമുക്ക് ഈ ആംബുലൻസിന്റെ ഒരു സ്പെഷ്യൽ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് പോയി, അതായത് ക്ലാസ് എടുത്ത് പോയി നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കിട്ടൂലോ എന്ന് ഓർത്തിട്ട് എന്നാലും ആ ടേംസ് ഒന്ന് വിവരിച്ചു പോവാന്ന് തന്നെ വിചാരിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആംബുലൻസിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ചില ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക, അതിലേക്ക് സ്റ്റാഫുകളോ മതിയായ എക്യുപ്മെന്റ്സോ ഇല്ലാതെയാണ് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ചില ആംബുലൻസിൽ എന്താണ് മതിയായ എക്യുപ്മെന്റ്സും ചില സ്റ്റാഫുകളെയും കൂടി കൂട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതേസമയം മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് അതിൽ എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളും അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ വ്യക്തികൾ സ്പെഷ്യലൈസ്ഡ് ചെയ്ത ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ സേവനത്തോടും സ്റ്റാഫിന്റെ സേവനത്തോടും എക്യുപ്മെന്റ്സിന്റെ സേവനത്തോടും കൂടിയിട്ടാണ് രോഗിയെ കൊണ്ടുവരുന്നത്. മെയിനായിട്ട് നമുക്കറിയാം എന്താ പറയുന്ന ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിന് മറ്റു സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകേണ്ട വരുമ്പോഴാണ് ഇത്തരം സൗകര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു ആംബുലൻസ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓർഗൻസ് ഒക്കെ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുമ്പോഴും ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്ടറേറ്റ് നേടിയ വ്യക്തികളെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ട്രാൻസ്ഫർ നടത്തുന്നത്. സ്ട്രോക്ക് പീപ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. അതായത് നിങ്ങൾക്ക് കൂടുതൽ വിവരിച്ച് വരുന്നുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ ഒറ്റയടിക്കൊന്നും ഗ്രാസ്പ് ചെയ്യണമെന്നില്ല, താഴേക്കും വരുന്നുണ്ട്. അഥവാ ആംബുലൻസിന്റെ ചാപ്റ്ററിൽ നിങ്ങളത് കൂടുതൽ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതില് പറഞ്ഞു വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആംബുലൻസ് നമ്മളുടെ എന്താ പറയുക റോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ആംബുലൻസ്, പക്ഷെ ആ ആംബുലൻസിന് സ്പെഷ്യൽ സെപ്പറേഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം.
അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അവർക്ക് പേഷ്യന്റ് സ്റ്റാഫുകളോ അഡിക്കേറ്റ് സ്റ്റാഫുകളോ എക്യുപ്മെന്റ്സുകളോ ഒരുപാട് പ്രൊവൈഡ് ഒന്നും ചെയ്യില്ല. പക്ഷെ എന്താ പറയുക, അർജന്റ് ആയിട്ട് ഒരു വ്യക്തിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൗകര്യം ഉപയോഗിക്കുന്നത്. നോക്കാം. These ambulance are conditioned with adequate staff and monitoring device to shift patient without life threatening condition. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആ രോഗി അത്രയും അപകടാവസ്ഥയിൽ അത്രയും വഷളാവുന്ന രീതിയിലുള്ള പേഷ്യന്റ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ സൗകര്യം കൊടുക്കുന്നത്. ആൻഡ് ദീസ് ക്യാൻ ഓൺലി പ്രൊവൈഡ് ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസ്. സാധാരണയുള്ള ഒരു ലൈഫ് സപ്പോർട്ട് മാത്രമേ അതിൽ കൊടുക്കുകയുള്ളൂ. അതായത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റാഫ് അഡിക്കേറ്റ് സ്റ്റാഫുകളോ അല്ലെങ്കിൽ മോണിറ്ററിംഗ് ആയിട്ടുള്ള ഡിവൈസുകളോ എക്യുപ്മെന്റ്സുകളോ ഒന്നും ഉപയോഗിക്കാതെ ഒരു പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൂടുതൽ എന്താ പറയുക എന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടുന്ന ഹോസ്പിറ്റലുകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള രോഗനിർണയത്തിനോ വേണ്ടിയിട്ട് മറ്റൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ അഡിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാഫും എക്യുപ്മെന്റ്സും ഉണ്ടായിരിക്കില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതെന്ന് വെച്ചാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ദീസ് ആംബുലൻസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസ് ലൈക്ക് endotracheal intubation, cardiac monitoring, defibrillation, administration of അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് എന്താ പറയുക ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെ ഒക്കെ അളവൊക്കെ എടുക്കുന്നതും എന്താ പറയുക പുറന്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്യമായ രീതിയിൽ തന്നെ എടുത്തില്ലെങ്കിൽ അത് ആരോഗ്യത്തെ ബാധിക്കില്ലേ. അപ്പൊ അത്തരത്തില് അതിന്റെ കൗണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് എൻഡോട്രാക്കിയൽ ഇന്റിബേഷൻ എന്ന് പറയുന്നത്. കാർഡിയോക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൃത്യമായ പരിശോധന രേഖപ്പെടുത്തി നമുക്ക് എന്താ പറയുക ICUലൊക്കെ കയറുമ്പോൾ നമ്മൾ പിറ്റിക്കുന്ന പറഞ്ഞാൽ ചെയ്യും. ആംബുലൻസിൽ ചിലപ്പോൾ മിക്കവാറും എല്ലാവരും പോയി കാണുന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ ആംബുലൻസിൽ അല്ലെങ്കിൽ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോഴും ആംബുലൻസ് എന്താ പറയുക ICUലൊക്കെ കയറുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന്റെ താളങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന മോണിറ്ററിംഗ് സംവിധാനങ്ങളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള മോണിറ്ററിംഗുകൾക്കുള്ള സംവിധാനങ്ങൾ എന്തുണ്ടാവും ഈ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ദീസ് ആർ പിന്നെ എന്താ പറയുന്നത് എന്താ ഡിഫൈബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻട്രാവീനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ ഡിഫൈബ്രിലേഷന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രോഗിയുടെ ഇതിൽ എന്താ പറയണത് അതിന് എന്താ ഒരു പ്രത്യേക ഒരു എക്യുപ്മെന്റ് ആണ്. അതായത് നമ്മള് പെട്ടെന്ന് തന്നെ ഹൃദയമെടുപ്പൊക്കെ നിൽക്കുമ്പോ എന്താ പറയുക ഫസ്റ്റ് തന്നെ CPR അത് കൊടുക്കൂല. അതായത് അത് രോഗി വീണ്ടും ആ ഹൃദയമെടുപ്പ് റിമൂവ് ചെയ്യുക എന്താ പറയുക കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ട് വരാം. അത് പോരാതെ ചിലപ്പോഴൊക്കെ ചെറിയ തരത്തിലുള്ള ഒരു വൈദ്യുതി പ്രവാഹം കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതാണ് ഡിഫൈബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് അത് ആ ഒരു വൈദ്യുതി പ്രവാഹം നമ്മുടെ ഇതിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ഒരു ചെറിയ രീതിയിലൊരു അനക്കം ഉണ്ടാകും. അപ്പൊ അതിലൂടെ ആ ഞരമ്പിലൂടെ കൊടുക്കുന്ന ആ ഒരു വൈദ്യുതി കടത്തി വിടുമ്പോഴുണ്ടാകുന്ന നെഞ്ചിരിപ്പ് അത് അങ്ങനത്തെയുള്ള എക്യുപ്മെന്റ്സ് ആണ് എന്താ പറയുന്നത് ഈ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോ എക്യുപ്മെന്റ്സും ഈ ആംബുലൻസിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അത് ഇത്തരത്തിലുള്ള രീതിയിൽ കൊണ്ടുപോകും ഈ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സോട് കൂടിയിട്ടാണ് ഈ രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആംബുലൻസിന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുമല്ലോ. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഓരോരുത്തർക്കും ഇത്രയും PDF തീർക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളിത് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് വിവരിച്ച് തന്നെ തരുന്നതാണ്. പെട്ടെന്ന് ഡിഫിബ്രിലേഷൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു എക്യുപ്മെന്റ് ആണ്. നമുക്ക് എന്താ പറയുക CPR കൊടുക്കുന്നതിന് ശേഷം അത് പറ്റാതെ വരുന്ന നെക്സ്റ്റ് ടൈമിൽ കൊടുക്കുന്ന ഒരു ചെറിയൊരു വൈദ്യുത പ്രവാഹമാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ അതൊരു പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇതിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വൈദ്യുത പ്രവാഹം കൊണ്ട് ചിലപ്പോൾ നെഞ്ചിരിപ്പ് വർദ്ധിച്ച് അത് പെട്ടെന്ന് ശ്വാസം എടുക്കുമെന്ന് പറയും. ആ ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. പിന്നെ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ഓരോ വാസ്തുപ്രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഞരമ്പുകൾ ചുരുങ്ങിയാലേ നമ്മുടെ ഹൃദയത്തിന്റെ ആ ചുരുക്കവും വികാസവും അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹൃദയത്തിന്റെ ഇതുകള് എന്താ പറയുക ബോഡിയിലൂടെ എന്താ പറയാ ബ്ലഡ് പാസ് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലൂയിഡുകളെല്ലാം കൊടുക്കേണ്ടി വരുമ്പോ അയൺ ബോക്സ് കൊളത്രാന്തവും ആണോ അല്ലെ
അത് കൂടുതൽ വിവരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ആംബുലൻസിന്റെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു പോയാൽ മതി. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം നിറഞ്ഞ ഒരു സൗകര്യമാണ് ഈ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേറൊരു പേരാണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇൻട്രാവിനീസ് ഫ്ലൂയിഡ് വാസപ്രസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഞരമ്പിലൂടെ പുഷ് ചെയ്ത് കൊടുക്കേണ്ട മരുന്നുകൾ അത് വികസിക്കുന്നതിനും ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ടും കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും അതിനുള്ള സൗകര്യങ്ങൾ അതിപ്പോ നമുക്കെല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അല്ലെ. അതിന് കൃത്യമായ ട്രെയിനിങ്ങോട് കൂടിയ സ്റ്റാഫിനെ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് ദീസ് ആർ adequately staffed and made ready for shifting patients with a life threatening condition. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ആ രോഗി എന്ന് പറയുന്നത് ചിലപ്പോ അപകടാവസ്ഥയിലാവാം എന്നുള്ള കണ്ടീഷനിൽ adequate സ്റ്റാഫോടും ഈ എക്യുപ്മെന്റ്സോടും കൂടി പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഗ്രൗണ്ട് സപ്പോർട്ടാണ്. അതാണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അതായത് മറ്റു സപ്പോർട്ട് അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഇങ്ങനെയൊരു സൗകര്യങ്ങൾ ഉണ്ടാവില്ല. പേഷ്യന്റിന് അനുയോജ്യമായ എക്യുപ്മെന്റ്സുകളോ എന്തെങ്കിലും എന്തുകളോ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളോ സ്റ്റാഫുകളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം അത് അത്രയും ലൈഫ് ത്രെട്ടനിങ് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനിലുള്ളതാണ്. അത്രയും പ്രോബ്ലം ഇല്ലാത്ത പേഷ്യൻസ് ആണ്. അതേസമയം ഈ നെക്സ്റ്റ് പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ പെട്ടെന്ന് രോഗി ഒന്നും കൂടി ഡൗൺ ആയി പോകാം എന്നുള്ള തോന്നുന്ന പേഷ്യൻസിന് അവർക്കുള്ള കണ്ടീഷൻ അനുസരിച്ച് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സോടും adequate സ്റ്റാഫോടും കൂടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ലൈഫ് സപ്പോർട്ടാണ്. അതായത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ കൂടുതൽ താളിക്കുക. അതായത് ഒരു രോഗിയുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഡീപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കുക എന്ന് പറയുന്നത് വളരെയധികം ടൈം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കുറെ പഠിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടേഴ്സിനും നഴ്സുമാരും പഠിക്കുന്ന അത്രയും തലത്തിലേക്ക് നമ്മൾ പോകുക എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 6 month കോഴ്സ് എന്ന് പറയുന്നത് അത് അത്രയും പറ്റില്ല. പക്ഷെ കുറച്ചൊക്കെ അറിഞ്ഞു വെക്കുക. എന്താ ഈ ആംബുലൻസിൽ ഇന്ന സൗകര്യങ്ങളുള്ള ആംബുലൻസ് ആണോ, ഈ സൗകര്യങ്ങളില്ലാത്ത ആംബുലൻസ് ആണോ, ഇന്ന രോഗികളെ ഏത് ആംബുലൻസിലാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കും. അപ്പൊ ഇതില് പറയുന്നത് ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് എന്താ പറയുക ഓക്സിജന്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഹേർട്ടുമായി ബന്ധപ്പെട്ട ഡിസീസ് ഉള്ളത് അല്ലെങ്കിൽ എന്താ പറയുക അതിന്റെ പമ്പിങ്. അതെ, നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. അത് വീണ്ടും വരുന്നുണ്ട്. അടുത്തതിലേക്ക് നമുക്ക് പോവാം. MICU നിങ്ങളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് എന്റെ ഒരു ഇതാണ്. നെക്സ്റ്റ് പോയിട്ട് പറഞ്ഞോളാൻ പറയുന്നത്. MICU എന്ന് പറയുന്നത് ശരിക്കും സമയം കളയാൻ എനിക്കും ഇല്ല കേട്ടോ. കാരണം 3 monthിനുള്ളിൽ ഞങ്ങൾക്ക് കുറെ PDF തീർക്കണം എന്നാണ് നമ്മുടെ ഒരു കൗണ്ടബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഇത്രയും സ്ലോവില് പോവാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഇതികൾക്കൊക്കെ കുറച്ച് സമയം എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അടുത്തേക്ക് തന്നെ പോവാം. MICU അതായത് എന്താണ് നേരത്തെ പറഞ്ഞു അല്ലെ, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അല്ലെ, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ദീസ് ആർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ വിത്ത് ഓൾ ദ എക്യുപ്മെന്റ്സ് ആൻഡ് സ്റ്റാഫ് ടു ട്രാൻസ്ഫർ പേഷ്യൻസ് ഹു ആർ ക്രിട്ടിക്കലി ഇല്ല. ഭയങ്കര അല്ലെ, വളരെയധികം എന്താ പറയാ രോഗി എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് എത്തിക്കാൻ വേണം. ഒപ്പം തന്നെ എന്താണ് അവർക്ക് ചിലപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് അല്ലെ എക്യുപ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെയോ സ്റ്റാഫിന്റെയോ ഒക്കെ സപ്പോർട്ടോടുകൂടി തന്നെ കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് എത്തി ട്രീറ്റ്മെന്റ് കൊടുത്ത ആ ടൈമിനുള്ളില് അല്ലെ എത്തിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്ക് പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ പേഷ്യന്റ് റിക്കവർ ആയി വരുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് പറയുക ഫെസിലിറ്റി ഉള്ള ഒരു ആംബുലൻസ് ആണ് എന്ത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. And are usually used in a combination with the specialist retrieval teams in a few developed countries. അതായത് ആ റിട്രൈവൽ ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോഗ്രസീവ് ആയിട്ട് അതായത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ടീമോട് കൂടിയിട്ടാണ് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതെ, ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാകും അവർക്ക്. അത് ആ ഒരു ടീമോടെ നമുക്കറിയാം വലിയ പ്രധാനപ്പെട്ട വ്യക്തികളെ അല്ലെങ്കിൽ വലിയ അത്രയും ഇതുകളൊക്കെ ഉള്ള ഇതുകളിലൊക്കെ പൊതുവെ നമുക്ക് കണ്ടുവരാനായിട്ട് സാധ്യതയുള്ളൂ. പക്ഷെ അവർക്ക് ഒരു ടീമോട് കൂടിയിട്ട് ഇന്ന സ്റ്റാഫ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, ഇന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ്
പ്ലേസിലേക്ക് പോകുന്നത്. ഈസി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് അതായത് ഇപ്പൊ ഇതിൽ നമ്മൾ കണ്ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് അറിയുന്നു. ആംബുലൻസിന്റെ ഒരു ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ആംബുലൻസ് സൗകര്യമാണ്. അതിൽ എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉണ്ട്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉണ്ട്, MICU എന്താണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടും കൂടി ഉണ്ട്. ഇത് ഈ മൂന്നിന്റെയും പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യത്തേത് സ്റ്റാഫും എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ല, രണ്ടാമത്തേത് അടിക്കടി സ്റ്റാഫും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. MICU എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ടീമോട് കൂടിയിട്ടാണ് പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റിലേക്ക് പോകാലോ. എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, എയർ ട്രാൻസ്പോർട്ട് എന്താന്ന് പറയുന്ന ദ യൂസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇതിലെ എയർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വിമാനമാകാം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ മുഖേന അല്ലെ നമ്മുടെ സമയത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് എളുപ്പം ഒരു ഫ്ലൈറ്റ് മുഖേന നമ്മൾ പോകുന്നത്. അപ്പൊ അതിലെന്താ പറയുന്നത്? യൂസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് ഹാസ് ബീൻ ഇൻക്രീസിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് ബിക്കോസ് ഓഫ് അഡ്വാൻറ്റേജസ് ഓഫ് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട്. സ്വിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇൻക്ലൂഡിങ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ. അവരോട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയറോട് കൂടിയിട്ട് വേഗത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്താ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. There has been an improved prognosis of patients with trauma, severe myocardial infarction and severe stroke owing to rapid provision of suitable medical care by the use of air transport. അതായത് ഇതുവഴി നമുക്ക് നേരത്തെ പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ കൂടി ചെറുപ്പറ്റി കൂടെ ക്യാഷ് മുടക്കാൻ അല്ലെ ഇതിലും കൂടി നല്ല പ്ലേസിലേക്ക് എത്തണമെന്നും എത്രയും പെട്ടെന്ന് നല്ലൊരു ചികിത്സ കിട്ടണമെന്നൊക്കെ ഉറപ്പ് വരുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ എയർ ട്രാൻസ്പോർട്ട് വഴിയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതെന്താ പറയുന്നത്? നേരത്തെ കൂടി പ്രവചിക്കാം, പ്രൊഗ്നോസിസ് പ്രവചിക്കാൻ പറ്റും. ഇതിങ്ങനെ ഈ പേഷ്യന്റ് എന്താ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇത് ട്രോമ സ്റ്റേജിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ എന്താ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അല്ലെ കഠിനമായ സേവരെ എന്ന് പറയുന്നത് കഠിനമായ എന്തെങ്കിലും ഹൃദയവേദന എന്താ പറയാ അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രോക്കോട് കൂടിയിട്ട് ചിലപ്പോൾ കോമ സ്റ്റേജിലേക്കൊക്കെ പോകും. അപ്പൊ ആ ടൈമില് അത് കറക്റ്റ് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്തില് പോയി എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നെല്ലാം ആരോഗ്യം റിക്കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നേരത്തെ കൂട്ടി മനസ്സിലായി. ഇപ്പൊ നമുക്കറിയാം ചില ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പേഷ്യൻസിനെ കൊണ്ട് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തില്ല. വിതിൻ ദ ടൈം വരെ അവർ പറയും ചിലപ്പോൾ. അതായത് ഇപ്പൊ സ്ട്രോക്ക് പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ വിതിൻ ദ ടൈം വരെ അവർ നമുക്ക് പറയാൻ പറ്റും. അവർക്കാണെങ്കിൽ ആ രോഗിയെ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ആ ഡോക്ടറിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. ഇന്ന വ്യക്തിക്ക് ഇന്നതാണ് പ്രോബ്ലം, ഇന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സൗകര്യങ്ങൾ ഉണ്ടാകും, അപ്പൊ രോഗി പെട്ടെന്ന് റിക്കവർ ആകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന ഒരു ഇതാണത് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ രോഗങ്ങൾ മനസ്സിലായി, അതായത് പേഷ്യന്റ് ട്രോമ സ്കെയിലാകുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് അത്രയും തരമുള്ള പേഷ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻസ് അങ്ങനെയുള്ള കേസുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയാ എപ്പോഴും എല്ലാവർക്കും എല്ലാ രോഗികൾക്കും എയർ ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ ഒരു ഫിനാൻഷ്യലി സെറ്റിൽമെന്റ്സും കൂടി ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയല്ല, ഇതിനൊക്കെ സൗകര്യമുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് എയർ ട്രാൻസ്പോർട്ട് ഡോക്ടർ റെഫർ ചെയ്യും. എയർ ട്രാൻസ്പോർട്ട് നമുക്ക് മനസ്സിലായോ? ഹലോ, എയർ ട്രാൻസ്പോർട്ട് എന്താണെന്ന് മനസ്സിലായോ? Okay, then the patient who are more likely to get benefit from air transport are എന്താണ് കൂടുതൽ ബെനിഫിറ്റ് എയർ ട്രാൻസ്പോർട്ടിന്റെ കൂടുതൽ മെച്ചങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അറിയുമ്പോൾ എന്താ പറയാ വായിക്കുമ്പോൾ തന്നെ അറിയാലോ എയർ ട്രാൻസ്പോർട്ടിന് എന്തായിരിക്കും മെച്ചം? പെട്ടെന്ന് സമയം അല്ലെ വളരെ പ്രധാനപ്പെട്ടത്, എളുപ്പത്തിൽ എത്താനായിട്ട് ടൈം സേവ്. അതന്നെ ടൈം സേവ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നോക്കാം. Patients with several trauma and penetrating chest injuries, multi-system injuries, crush injuries, or patients with unstable vital signs. അതായത് നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് ആള് ആ സ്റ്റേജിലേക്ക് എന്താ പറയുക വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണങ്ങനെ ട്രോമ സ്റ്റേജിലേക്ക് പോകുന്നു എന്നൊക്കെ പറയില്ലേ. എന്നാ പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്, അതായത് എന്തെങ്കിലും തുളച്ച് പെട്ടെന്ന് എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലുമൊക്കെ കുത്തി തുളച്ച് കയറുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ ചെസ്റ്റിലേക്കൊക്കെ തുളച്ച് കയറുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ്. അപ്പൊ അതേമാതിരി തന്നെ മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, ആക്സിഡന്റ് ഒക്കെ പറ്റി നമുക്കറിയാം, എവിടെയാണ് പ്രോബ്ലം സംഭവിച്ചതെന്ന് അറിയാത്ത വിധത്തില് ആ വ്യക്തി അത്രയും ഇഞ്ചുറീസിന് വിധേയമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അല്ലെങ്കിൽ ക്രഷ് ഇഞ്ചുറീസ്, ചതഞ്ഞ കേസുകൾ, അതൊക്കെയാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു എല്ലാ സിസ്റ്റത്തിനും നമ്മുടെ ശരീരത്തിലെ മിക്കവാറും പ്രവർത്തിക്കുന്നത് അല്ലെ, ഒരു മെഷീൻ പോലെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലെ. അപ്പൊ അത് അവിടെ എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിക്കുക എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ ബ്ലീഡിങ്ങും അതൊക്കെ വന്ന് നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. അപ്പൊ ക്രഷ് ഇഞ്ചുറീസ്, മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് അല്ലെങ്കിൽ പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് അങ്ങനെ തുളച്ചു കയറുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെസ്റ്റിലേക്ക് എന്തെങ്കിലും ഇരുമ്പോ എന്തെങ്കിലും തുളച്ചു കയറുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കുഴഞ്ഞു വന്ന കോമ സ്റ്റേജിലേക്ക് ആവുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും സയൻസ്, അൺസ്റ്റേബിൾ വെയിറ്റൽ സയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്നത്തെ പറഞ്ഞ മാതിരി സ്ട്രോക്ക് പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ കൈയാണ് അത് അവര് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് അവരെ കൈ കറക്റ്റ് എന്താ പറയാ മൂക്കിലേക്ക് തൊടാനൊക്കെ പറയും ചൂണ്ടുവിരൽ കൊണ്ട്. അപ്പൊ കറക്റ്റ് ആ പൊസിഷനിലേക്ക് അവര് കൈ എത്തിയില്ല എങ്കിൽ നമുക്കിപ്പോ പ്രോബ്ലം ഇല്ലാത്ത വ്യക്തികൾക്ക് കറക്റ്റ് ആ മൂക്കിലേക്ക് കൈ എത്തിക്കാൻ ചൂണ്ടുവിരൽ കൊണ്ടൊക്കെ എത്തിക്കാനൊക്കെ സാധിക്കും. അതേസമയം ഈ പേഷ്യൻസിന് ഇവര് കാണുന്ന ഫസ്റ്റ് സയൻസിൽ നിന്ന് മനസ്സിലാകും, അതായത് ഇവർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ അവര് പറയുന്ന ഡോക്ടേഴ്സ് പറയുന്ന കറക്റ്റ് പ്ലേസിലേക്ക് ഇവരുടെ ചൂണ്ടുവിരൽ എത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്കറിയാം ഇതിങ്ങനെ സ്ട്രോക്ക് പേഷ്യൻസിന്റെ ലക്ഷണമാണെന്ന്. അപ്പൊ ആ ഒരു സയൻസ് ഒക്കെ കാണിക്കുന്ന അങ്ങനത്തെ ഒക്കെ പ്രധാനമായിട്ടും നോട്ട് ചെയ്തിട്ട് ഡോക്ടേഴ്സ് എന്താ പറയുന്നത് പെട്ടെന്ന് എത്തിക്കാനായിട്ട് മറ്റൊരു മാർഗങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് നല്ല ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറയുമ്പോൾ ഏറ്റവും ബെനിഫിറ്റ് ആവുന്നത് എന്താണ്, എയർ ട്രാൻസ്പോർട്ട് ആണ്. Then patients with an acute coronary syndrome in crucial needs of revascularization produce procedure cardiac tamponade with hemodynamic compromise, then cardiogenic shock in need of intra-aortic balloon pump or other assisted devices. എന്താ പറയാ കേൾക്കാത്ത കുറച്ച് പദങ്ങളൊക്കെയാണ് എന്താ പറയാ നഴ്സുമാർക്കും ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. പക്ഷെ മറ്റു എന്താ പറയാ മറ്റു തരത്തിലുള്ള ഡിഗ്രികളും കാര്യങ്ങളൊക്കെ എടുത്തവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓരോ രോഗത്തിന്റെ പേരുകളാണിത്. കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തയോട്ടം കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഹൃദയ പേശികൾ ഒരു ഭാഗം എന്താ പറയാ ചുരുങ്ങിപ്പോകും. പിന്നെ അത് വികസിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ ആ പ്രവർത്തനം പിന്നെയും കണ്ടിന്യൂസ് ചെയ്യണമെങ്കിൽ രക്തയോട്ടം നല്ല ക്ലിയർ ആയിട്ട് പോകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പെട്ടെന്നുള്ള ഇതെന്ന് പറയുന്നതാണ് കൊറോണറി സിൻഡ്രോം. നെക്സ്റ്റ് വന്നാണ് റിവാസ്കുലറൈസേഷൻ. റിവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പുകളുടെ ആ പ്രൊസീജിയർ, അതായത് ഇത് കൃത്യമായ രക്തയോട്ടം ഇല്ല എങ്കിൽ എന്താണ് എല്ലാ ഞരമ്പുകളിലേക്കും നമുക്കറിയാം ഒരു എന്താ പറയണ വെയിൻസും ഇതെല്ലാം വെസൽസ് എല്ലാം കൃത്യമായിട്ട് ഇല്ലെങ്കിൽ, അതായത് നല്ല രക്തങ്ങളെ അങ്ങോട്ടേക്ക് ആവഹിച്ച് തിരിച്ച് ശീതരക്തങ്ങളെ അല്ലെ ശുദ്ധരക്തങ്ങളൊക്കെ പുറത്തേക്ക് തരുന്ന ആ ഒരു ഞരമ്പിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് റൺ ചെയ്തില്ലെങ്കിൽ അത് മൊത്തത്തിൽ ബാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് നടക്കണം. ദെൻ കാർഡിയക് ടെംപോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചുറ്റും നമ്മുടെ ഹൃദയം സംഭരിക്കുന്നതിന് ചുറ്റും എന്താണ് ആ ഒരു ഇതുകളുണ്ട്, എന്താ പെരിക്കാർഡിയൽ ദ്രാവകം എന്ന് പറഞ്ഞൊരു ദ്രാവകമുണ്ട്. അത് കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്നത് എന്താണ് ഹൃദയത്തിന്റെ, അങ്ങനെ കൂടുതലായിട്ട് അടിഞ്ഞു കൂടുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം അല്ലെ നമ്മള് എന്താ പറയാ ചെസ്റ്റ് വികസിക്കുകയും അത് ചുരുങ്ങുകയും ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന് പ്രോബ്ലം സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഹെമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും രക്തം ശരീരത്തിലേക്ക് അങ്ങോട്ടേക്ക് എടുക്കാനും തിരിച്ചു വിടാനുമുള്ള ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സമയത്തില് അത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥ വരുമ്പോഴാണ് ഇത് എന്താ എയർ ട്രാൻസ്പോർട്ട് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാർഡിയോജനിക് ഷോക്ക്, നേരത്തെ പറഞ്ഞ അറ്റാക്കുകൾ വരിക, പിന്നീട് ഇൻട്രാ എയറോട്ടിക് ബലൂൺ പമ്പ്സ് ഓർ അതർ അസിസ്റ്റഡ് ഡിവൈസ്. അപ്പൊ ഈ പമ്പ് ചില നമുക്കറിയാം ഒരു എന്താ പറയുക ഡിവൈസ് വെച്ചിട്ട് എന്തെങ്കിലും ഡിവൈസ് വെച്ചിട്ട് ഹീലിയം എന്ന് പറഞ്ഞ ഒരു സംഭവങ്ങള് അത് കൂടുതൽ കൊടുത്തിട്ടാണ് ഇത് പമ്പിങ് ശരിയാക്കും. അപ്പൊ അതൊക്കെ മോണിറ്റർ ചെയ്യണമെങ്കിലും അത് കൃത്യമായിട്ട് കൊടുക്കണമെങ്കിലും എന്താണ് സൗകര്യങ്ങൾ വേണം. ഈ സൗകര്യങ്ങളെല്ലാം എന്താണ് എയർ ട്രാൻസ്പോർട്ടിൽ വെക്കുമ്പോൾ എക്യുപ്മെന്റ്സോട് കൂടിയിട്ട് ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
അപ്പൊ അതാണ് പറയുന്നത്, ഇത്തരം പേഷ്യൻസ് ഓരോ വ്യക്തിക്കും ഓരോ രോഗങ്ങളാണ് ഉണ്ടാവുക. ആ രോഗങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം, ആഡിറ്റേറ്റ് സ്റ്റാഫ് വേണം, അതേമാതിരി അതായത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് വേണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അനുയോജ്യമാകുക എന്ന് പറയുന്നത് എന്താണ്? എയർ ട്രാൻസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് പറയുന്നത്, ദ പേഷ്യൻസ് ഹു ആർ മോർ ലൈക്ലി ടു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഇങ്ങനെയാണ്, എയർ മാർഗമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്താണ് അധികം പ്രോബ്ലം ഇല്ലാതെ ഇതിലേക്ക് ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ രോഗി പെട്ടെന്ന് റിക്കവർ ആവും. ദെൻ പേഷ്യന്റ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ലെ നമുക്കറിയാലേ പെട്ടെന്നുള്ള മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ എന്താണ് ഓർഗൻസ് എല്ലാം മറ്റു വ്യക്തികൾക്കും വെച്ചു കൊടുക്കും അല്ലെ. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ചെയ്യുമ്പോൾ എന്താണ് റിവാർക്കുലൈസേഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് അല്ലെ, അതിന്റെ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട ഞരമ്പുകളുടെ ചുരുങ്ങലും വികസിക്കലും ഉണ്ടല്ലോ, ആ ഒരു പ്രവർത്തനം, ആ പ്രൊസീജിയർ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ എന്താ പറഞ്ഞെടുത്തത്, ക്രിട്ടിക്കലി ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്. ട്രാൻസ്പ്ലാന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒരു വ്യക്തിയെ എന്തെങ്കിലും പെട്ടെന്നുള്ള മരണം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ എന്തെങ്കിലും ഓർഗൻസ് ഒക്കെ മറ്റു വ്യക്തികൾക്കും കൊടുക്കും. അപ്പൊ അവർക്കൊക്കെ എന്താണ് കൃത്യമായി ഭയങ്കര സമയത്തിനാണ് പ്രാധാന്യം. അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് അത് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എടുക്കുന്ന സമയം, ആ ടൈം ഡിലേ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അത്രയും ടൈം കുറഞ്ഞ് കൊടുക്കാനായിട്ട് ഉള്ളതാണ് എയർ ട്രാൻസ്പോർട്ട് ഒരു ഫെസിലിറ്റി തന്നെയാണ്. ക്രിട്ടിക്കലി ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻസിനൊക്കെ വിധേയമാകേണ്ട ഇല്ലായിട്ടുള്ള രോഗികൾക്കൊക്കെ എന്താണ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്താണ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, പക്ഷെ മോസ്റ്റ്ലി ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തികൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതെന്ന് പറയുന്നത് ഓരോ രോഗാവസ്ഥകളാണ്. ഈ രോഗാവസ്ഥകളുടെ ഡേഞ്ചറസ് അനുസരിച്ച് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. നമുക്ക് എന്താ പറയുക, സാധാരണക്കാർക്ക് പൊതുവെ ഈ തരത്തിലുള്ള സൗകര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുക അല്ലെ. അവർക്ക് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടൊക്കെ ആയിരിക്കും കൂടുതൽ യൂസബിൾ ആയിട്ട്, അല്ലെങ്കിൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കിട്ടുകയാണെങ്കിൽ അത്രയ്ക്ക് സൗകര്യങ്ങൾ അനുസരിച്ച് സാധാരണക്കാർക്ക് പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഫെസിലിറ്റീസും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് കൂടുതൽ എഫക്ട് ആവുന്നത് എന്താണ്, ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം കൃത്യ സമയം പാലിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സേവ് ദ ടൈമാണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? നിങ്ങള് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷനിൽ ട്രാൻസ്പോർട്ട് നമ്മുടെ മെഡിക്കൽ ട്രാൻസ്പോർട്ടിൽ ഉണ്ടെന്നുള്ള മനസ്സിലാക്കി വെക്കുക. ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥ എന്നുള്ളത് പറയുന്നത് കുറച്ചെങ്കിലും മനസ്സിലാക്കി വെക്കുക. എല്ലാവരും നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, വീണ്ടും നിങ്ങൾ ഇത് എന്താ പറയുക ആംബുലൻസിന്റെ ചാപ്റ്ററിൽ വീണ്ടും നിങ്ങളിത് പഠിച്ചു പോകും. അപ്പൊ വീണ്ടും ഈ മീനിങ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പേരുകളെല്ലാം വായിക്കാനെങ്കിലും നെക്സ്റ്റ് അതിന്റെ മീനിങ് മനസ്സിലാക്കാനും ചിലപ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും അറിഞ്ഞു വെക്കുക. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഹലോ, ഓക്കെ. പേഷ്യന്റ് എന്താണ്, ആരൊക്കെയാണ് കൂടെ പോകേണ്ടത്? ചിലപ്പോഴൊക്കെ ആ വ്യക്തികൾ നമ്മൾ നേരത്തെ കണ്ടു, ചില ആംബുലൻസിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, അവർക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള മോഡൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു, മാർഗങ്ങൾ ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇനി ഈ പേഷ്യന്റിന്റെ ഒപ്പം ആരെങ്കിലൊക്കെ പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിവരിക്കുന്നത്. ഓക്കെ, നോക്കാം എന്താന്ന്. ഇറ്റ് ഈസ് നോർമലി സജസ്റ്റഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 2 proficient personnel accompanying the patient to be shifted. 2 persons എങ്കിലും ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വേണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നിർദ്ദേശിക്കുക. The care needed by each patient in the course of a transfer lays on the level of the patient's critical care dependency and correspondingly are divided into താഴെ പോകുന്നത്. അതായത് നമുക്കറിയാം പേഷ്യൻസിന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് അനുസരിച്ചാണ് ഈ വ്യക്തികൾക്ക് എത്ര പേര് പോകണം, അല്ലെങ്കിൽ
നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ തന്നെ ഉള്ളിലാണ് ഇന്നർ ട്രാൻസ്ഫർ ആണ് നടക്കണമെങ്കിൽ എന്താ ഒരു വ്യക്തി അവിടെ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകേണ്ടി വരും. ചിലപ്പോൾ നടത്തിക്കൊണ്ട് പോവാം, ചിലപ്പോൾ വീൽചെയറിൽ പോവാം, ചിലപ്പോൾ സ്ട്രക്ചറിൽ പോവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. നടന്നു പോകാൻ വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ബില്ലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വരാട്ടോ, നിങ്ങൾ പേഷ്യന്റിനോട് തന്നെ പോയി അവിടെ ചെയ്തോളാം. ചിലപ്പോൾ നഴ്സിംഗിനെ മാത്രം കമ്പനി ചെയ്തിട്ട് അവര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും അല്ലെ. കൂടെ നിൽക്കുന്ന പേഷ്യന്റ് അങ്ങനെയൊക്കെ വ്യക്തികളെല്ലാം അങ്ങനെ ചെയ്തിട്ട് പോകും. പക്ഷേ ഇത്തിരി കൂടി ഈ പേഷ്യന്റ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ എന്താണ് അവരെ അവരോടൊപ്പം തന്നെ നിൽക്കുന്ന അല്ലെ കൂടെ അക്കമ്പനി ചെയ്യുന്ന വിസിറ്റേഴ്സിനോടെയും പോകേണ്ടതായിട്ടൊക്കെ വരും, ഹെൽപ്പേഴ്സിനെ പോകേണ്ടതായിട്ട് വരും. അപ്പൊ അത് ആ വ്യക്തിയുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് അനുസരിച്ച് ഡിഫറെന്റ് ആണ്. അതാണ് നമ്മൾ ലെവൽ 1, ലെവൽ 0, ലെവൽ 1, 2, 3 എന്ന് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ലെവൽ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും. It consists of patients who can be managed at the ward level of ward in a hospital and are normally not needed to be accompanied by any specialized person. ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസിന്റെയും ആവശ്യമില്ലാതെ വാർഡിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അങ്ങനെ ഇവരൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ പോകുന്നതിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറയുന്നു. Then level 1, it consists of those patients who are at deteriorating condition in the course of the transfer but can be managed in an acute ward setting by support of a critical care team. This usually should be accompanied by a paramedical trained nurse. അതായത് ഇതിപ്പോ ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ആരും പോകേണ്ടതില്ല എന്ന്. പക്ഷെ ഇത്തിരി കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലുള്ള വ്യക്തിയാണെങ്കിൽ എന്താണ് ഒരു ചിലപ്പോ നഴ്സുമാർക്ക് പറ്റിയില്ലെങ്കിലും പാരാമെഡിക്കൽ കോഴ്സ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നഴ്സുമാരെക്കാളൊക്കെ താഴെയുള്ള ഒരു ഇതാണ് എന്താ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്കെങ്കിലും ചിലപ്പോ കൂടെ പോവേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പൊ ചിലപ്പോ ഈ എന്താ പറയുക വെയിനിലൂടെ മെഡിസിൻസോ അല്ലെങ്കിൽ എന്താ പറയാ ട്രിപ്പൊക്കെ കഴിയുമ്പോ എന്താണ് ആ സംഭവം കൂടി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പേഷ്യന്റിന്റെ സ്ട്രക്ചറോടുകൂടി പോകുമ്പോ അതും കൂടി കൊണ്ടുപോകേണ്ടതൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ഒരു പാരാമെഡിക്കൽ സ്റ്റാഫും കൂടിയും ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം പോകേണ്ടതായിട്ട് വരുന്നതാണ്. ലെവൽ 2, ലെവൽ 2 എന്താണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് who are in need of observation or intervention for a failure of a single organ system and have to be accompanied by a trained and professional person. പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺ വേണം. പക്ഷെ ഇൻ കേസ് ഇവിടെ എന്താണ് സിംഗിൾ ഓർഗൻ സിസ്റ്റം അത് പ്രധാനപ്പെട്ടതാണ്. അതായത് അങ്ങനത്തെ ഏതെങ്കിലും ഓർഗൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരെണ്ണമാണ് ഫെയിലിയർ ആയിട്ട് വന്നേക്കുന്നത്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നേക്കുന്നെങ്കിൽ ഒരു പേഷ്യന്റ് നെക്സ്റ്റിൽ പറയുന്നുണ്ട് നോക്കാം. It consists of patients with the need of advanced respiratory care during the transport with the support of at least 2 failing organ system. These patients must be accompanied by a competent doctor along with a nurse and a paramedic. അപ്പൊ ഒന്നിൽ കൂടുതൽ ഓർഗൻസ് എന്തെങ്കിലും അതായത് ക്രിട്ടിക്കൽ ഭയങ്കര പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആംബുലൻസില് ചിലപ്പോ ഒരു നഴ്സോ ഒരു വ്യക്തികളും കൂടി പോകേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇച്ചിരി കൂടി ഹൈ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ എന്താണ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ അടക്കം അതിനനുസരിച്ചുള്ള നഴ്സും എല്ലാവരും കൂടി അക്കമ്പൈൻ ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ലെവലുകൾ നമ്മൾ മനസ്സിലാക്കുക. വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് നഴ്സിന്റെയോ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോ നടന്നു പോകുന്ന ഞാൻ പറഞ്ഞു ചിലപ്പോൾ രോഗിയുടെ ഒപ്പം വരുന്ന വിസിറ്റേഴ്സ് വരെ അല്ലെ അവരെ ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സൺസ് വരെ ചിലപ്പോൾ അക്കമ്പനി ചെയ്ത് പോവാതെ സ്റ്റേജുകൾ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ മിക്കവാറും റെസ്പിറേറ്റർ നമുക്കറിയാം അവിടെ നാക്കട വരെ ആ വ്യക്തിയും കൂടെ കൊടുക്കും അല്ലെ. ആരാൾക്ക് പരിചരിക്കാൻ കൂടെ നിൽക്കുന്ന ആ വ്യക്തിയും കൂടി കൊടുക്കും. അതേസമയം ഇതില് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം അവിടെയുള്ള പാരാമെഡിക്കൽസോ അല്ലെങ്കിൽ നഴ്സുമാരോ ഡോക്ടേഴ്സുകളോ കൂടെ പോയി ട്രാൻസ്ഫർ അതായത് പേഷ്യന്റിനൊപ്പം പോവേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ലെവൽ 0 പറയുമ്പോൾ ആരുടെയും ആവശ്യമില്ല. ലെവൽ 1 എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയെങ്കിലും ഒരാവശ്യം വേണമെന്ന് പറയുന്നു. ലെവൽ 2 എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ സ്റ്റേജ് അനുസരിച്ചാണ്. അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗിൾ ഓർഗൻ സിസ്റ്റത്തിനാണ് ഫെയിലിയർ ആയെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയുടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഇവിടെയാണെങ്കിലോ ലെവൽ 3 ഇത് അറ്റ്ലീസ്റ്റ് 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഡോക്ടേഴ്സും നഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും അടക്കം എന്താണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകാനായിട്ട് പോകാൻ പാടുണ്ടോ എന്ന് നിർദ്ദേശിക്കുന്നു. ഓക്കെ ആണോ?
വായിക്കുമ്പോ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കമ്പൈനിങ് ദ പേഷ്യന്റ്. Then the accompanying person should be aptly trained, competent and experienced, and preferably should have done training in a patient transfer and should have enough training in advanced cardiac life support, airway management and critical care. നമുക്കറിയാം, ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റ് അപ്പം പോകുന്ന വ്യക്തിക്ക് ഒന്നും അറിയാത്തതാണെങ്കിൽ ഭയങ്കര പാടല്ല. ആ വ്യക്തിക്ക് ശരിക്കും ഈ രോഗിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഈ വ്യക്തിക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താ കൊടുക്കേണ്ടതും, എന്താണ് മോണിറ്റർ ചെയ്യേണ്ടതും, എന്ത് എക്യുപ്മെന്റ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ട്രെയിനിങ് എന്താണ് ഈ വ്യക്തിയോടൊപ്പം പോകുന്ന പേഷ്യന്റിനോടൊപ്പം പോകുന്ന സ്റ്റാഫിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എയർവേ മാനേജ്മെന്റ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ, അത് ഏതാണെങ്കിലും ലാൻഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും എയർവേ വഴിയാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഈ വ്യക്തിക്ക് ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇഫ് ദ ഫിസിഷ്യൻ ഈസ് നോട്ട് അവൈലബിൾ ടു ഷിഫ്റ്റ് അൺസ്റ്റേബിൾ പേഷ്യൻസ്, then the provision of contacting the physician concerned by the transport team should certainly be ready for service. In case ഇതിനോടൊപ്പം അവൈലബിൾ അല്ല, ആര് ഫിസിഷ്യൻ ഡോക്ടർ അവൈലബിൾ അല്ലെങ്കിൽ കൂടി നമുക്കറിയാലേ, നമ്മൾ കൊണ്ടുപോകുന്ന അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അന്നേരം കോണ്ടാക്ട് ചെയ്ത് ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനായിട്ട് കഴിവുള്ള ഏബിൾ ആയിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഈ പേഷ്യന്റിനൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. അതായത് ഫിസിഷ്യൻ മിക്കവാറും ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ്, നമ്മൾ നേരത്തെ കണ്ട ട്രാൻസ്പോർട്ടിലൊക്കെ ഡോക്ടേഴ്സ് അടക്കമൊക്കെ പോകുന്നത്. ഇൻ കേസ് ചില കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തില് ഡോക്ടേഴ്സിന്റെ അഭാവമുണ്ട് എങ്കിൽ ആ ഡോക്ടേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇൻ കേസ് ആ ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ചുള്ള നിർദ്ദേശം അനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത്, മെഡിസിൻസ് യൂസ് ചെയ്ത് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ഒരു സ്റ്റാഫ് ഈ പേഷ്യന്റിനോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാണ് പറയാനുള്ളത്. കമ്പൈനിങ് ദ പേഷ്യന്റ് മനസ്സിലായോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, കുഴപ്പമില്ലാന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതും കൂടി അങ്ങനെ എടുത്ത് നിർത്തി കഴിഞ്ഞാൽ എല്ലാം തീരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ബാക്കി ഭാഗങ്ങളും എന്താ പറയാ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാലോ. അപ്പൊ ഞാൻ ഇതും കൂടി ജസ്റ്റ് എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ? ശരി, ഓക്കെ, കുഴപ്പമില്ല, എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ എക്യുപ്മെന്റ് ഡ്രഗ്സ് മോണിറ്ററിംഗ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം. A proper inspection with the provision of all life-saving drugs is compulsory for transfer of all patients with the level 1, 2 and critical care needs. അതായത് നമ്മള് ട്രാൻസ്ഫറിന്റെ സമയത്ത് അല്ലെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾ അല്ലെ ഔഷധങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പും എല്ലാം ഇന്ന ടൈമിലൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നതൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ കൊടുക്കണം. അതാണ് സേവിംഗ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, ജീവൻ രക്ഷ കാര്യങ്ങളാണ്. കമ്പൽസറി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓൾ പേഷ്യൻസ് വിത്ത് ലെവൽ 1, 2 and 3 ക്രിട്ടിക്കൽ കെയർ നീഡ്സ്. എന്ന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലും ഇതൊക്കെ കൊടുത്തിരിക്കണം. The transfer ambulance should be prepared with all drugs and devices needed for airway operation, oxygenation, then ventilation, hemodynamic monitoring and resuscitation. അതായത് നമ്മള് ചിലര് ഇപ്പൊ നമുക്കറിയാം ക്രിട്ടിക്കൽ അതിനിപ്പോ കൂടുതൽ ഏറെ ചെയ്യേണ്ട ഒരു കാര്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസും അല്ലെ MIC മെഡിക്കൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് പോലത്തെ ഉള്ള വെഹിക്കിൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഇതിലെല്ലാം നമ്മൾ ഉറപ്പുവരുത്തുന്നത് എന്താണ്, ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ഡിവൈസസ്. അവർക്ക് കൊടുക്കേണ്ട ജീവൻ രക്ഷാ മരുന്നുകളെല്ലാം ആംബുലൻസിൽ കീപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിവൈസുകൾ എന്തെങ്കിലും ഉപകരണങ്ങളുടെ ആവശ്യമുണ്ടോ, എയർവേ ആണെങ്കിലും എങ്ങനെ കൊടുക്കേണ്ടതാണെങ്കിൽ ഇപ്പൊ ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടോ, വെന്റിലേഷൻ മതിയായ വെന്റിലേഷൻ സൗകര്യമുണ്ടോ, ഹെമോഡൈനാമിക് മോണിറ്ററിംഗ് സൗകര്യമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള നമുക്കറിയാം ആ പേഷ്യന്റിനെ സ്ട്രക്ചറോടുകൂടി കയറ്റുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ
എന്താ പറയുക എക്യുപ്മെന്റ്സ് ആവശ്യമുള്ള വ്യക്തികളാണെങ്കിൽ ആ എക്യുപ്മെന്റ്സ് എല്ലാം മേടിപ്പിക്കുമ്പോൾ അതനുസരിച്ച് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. വ്യക്തിയുടെ എന്താ പറയുക ശരീരത്തിന്റെ ആ പ്രവർത്തനങ്ങൾ എല്ലാം അതിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാം അടങ്ങിയിട്ടിരിക്കുന്ന ആംബുലൻസ് സിസ്റ്റം ആണ് ആവശ്യമെങ്കിൽ അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഉണ്ടോ എന്ന് ഉള്ളത് മനസ്സിലാക്കിയില്ല. എക്യുപ്മെന്റ്സ് ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് എന്നുള്ള ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഏതൊരു വാഹനമാണെങ്കിലും ആ വാഹനത്തിലെല്ലാം ഇത്തരം സൗകര്യങ്ങളുണ്ടോ, സൗകര്യത്തിനോട് കൂടിയാണ് കൊണ്ടുപോകണമെങ്കിൽ ആ സൗകര്യങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. Then all the inspections need to be confirmed before the beginning of a transfer together with the starting of a infusion drugs. നമ്മള് എന്താ പറയുക ഇൻസ്പെക്ഷൻ അതിന്റെ ആ ഒരു നമുക്കറിയാലോ ഇതിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബിഫോർ. അപ്പൊ നേരത്തെ തന്നെ അത് കൺഫേം ചെയ്യണം. തന്നെ ബിഗിനിങ് ഓഫ് ട്രാൻസ്ഫർ ടുഗദർ വിത്ത് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ്. ആ ബിഗിനിങ് തുടങ്ങുന്നതോടൊപ്പം തന്നെ ഈ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആ രോഗി ആ ടൈമിലൊന്നും കൃത്യമായ മെഡിസിൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ എത്തുന്നവരേക്കും ചിലപ്പോൾ രോഗി ഡൗൺ ആയി പോകും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. ദ ഡ്രഗ്സ് റിക്വയർഡ് ഫോർ പേഷ്യൻസ് ട്രാൻസ്ഫർ ഇൻവോൾവ് മസ്കിൾ റിലാക്സൻസ്, സെഡേറ്റീവ്, അനലജസിസ്, എൻഡ്രോക്സ് ആൻഡ് റെസിസ്റ്റേഷൻ ഡ്രഗ്സ്. അതായത് ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോ മയക്കി കടത്തിയിട്ടായിരിക്കും കൊണ്ടുപോകാം. ചിലപ്പോ ഈ വ്യക്തിക്ക് എന്താ പറയുക വീണ്ടും ഞരമ്പുകൾ വികസിക്കാനും അല്ലെങ്കിൽ അത് താഴേക്ക് ചുരുങ്ങാനൊക്കെ ആയിട്ടുള്ള ഇതുകളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അനാലജിസിൻ എന്നൊക്കെ പറയുന്ന വേദന സംഹാരികളൊക്കെ കൊടുത്തിട്ടായിരിക്കും ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഓരോ ഇതുകളനുസരിച്ച് വ്യക്തിയുടെ എന്താണ് പ്രോബ്ലംസ് എന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസും മെഡിസിൻസും എല്ലാം ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. The person responsible to patient transfer should assure correct supplies of these emergency drugs. Some of these drugs may be needed to be prepared in pre-filled syringes before the transfer. അതായത് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഈ മെഡിസിൻ ഈ ആ ജീവൻ രക്ഷാ മരുന്നുകൾ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ഒരു മെഡിസിൻസ് എല്ലാം എമർജൻസി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ ചിലപ്പോഴൊക്കെ സിറിഞ്ചില് പ്രീ ഫീൽഡ് സിറിഞ്ചിൽസില് യൂസ് ചെയ്ത് വെക്കേണ്ടി വരും. ചിലപ്പോ ഈ വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞാല് ബോധം വന്നു, ചിലപ്പോ സെഡേഷൻ ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ വ്യക്തി അതിന്റെ സയൻസ് ഒക്കെ കാണിച്ചു തുടങ്ങുമ്പോ തന്നെ ചിലപ്പോ പെട്ടെന്ന് തന്നെ ഇഞ്ചക്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രിപ്പിലൂടെ ഒക്കെ കയറ്റി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ കനാൽസ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പൊ അത് കൃത്യമായിട്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ആ എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഒപ്പം എന്താണ് നേരത്തെ കൂട്ടി ഈ സിറിഞ്ചില് ഫില്ല് ചെയ്ത് വെക്കണം. അങ്ങനെ എന്തെങ്കിലും സിറിഞ്ചിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒപ്പം തന്നെ ഈ മെഡിസിൻസ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. The minimal standard of inspection suggested for patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation and temperature. നമുക്കറിയാം ഓരോ രോഗിയുടെ വ്യത്യസ്ത കാര്യങ്ങളാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നേരത്തെ ഇവരുടെ രോഗിയെ വീണ്ടും നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഡൗൺ ആയി പോവാതെ വ്യക്തിയെ എന്താണ് റിസർജേഷൻ ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് റെസിസ്റ്റേഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് പുനരുജ്ജീവിപ്പിക്കുന്ന ഔഷധങ്ങളാണ്. വ്യക്തിയുടെ ജീവനെ തുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് വീണ്ടും പറയുന്നത് എന്താണ് മിനിമം സ്റ്റാൻഡേർഡ് ഇൻസ്പെക്ഷൻ സജസ്റ്റഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻക്ലൂഡ് അൺഇന്റർപ്രറ്റഡ് ഇലക്ട്രോകാർഡിയോഗ്രാഫി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻസ്പെക്ഷൻ അതായത് മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്തെങ്കിലും ബ്ലഡ് പ്രഷർ എല്ലാം നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവുകളെല്ലാം ക്രമീകരിച്ച് നമ്മൾ അറിയാലോ രോഗികളെ കൊണ്ടുപോകുമ്പോൾ ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് ആയിരിക്കും. ചിലപ്പോൾ ഓക്സിമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ കയ്യിൽ വെച്ച് അറിയാൻ പറ്റും എത്രത്തോളം പൾസിന്റെ ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ടാവും. ചിലപ്പോൾ മോണിറ്ററിംഗ് സംവിധാനമായിരിക്കും ഉപയോഗിക്കുന്നത്. വലിയ ഒരു ആംബുലൻസിലൊക്കെ ആണെങ്കിൽ അതിന്റെ ആ ഹൃദയത്തിന്റെ താളങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന ഇതുകളെല്ലായിരിക്കും. അപ്പൊ ആ മിനിമം സ്റ്റാൻഡേർഡ് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ഷൻ എപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. The non-invasive blood pressure may be notably affected by the motion
8 facts. So it may be cautious to use invasive blood pressure inspection in a selected subset of patients. അതിനെന്താ പറയുന്നത്, എന്തെങ്കിലും അത്ര പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ട മെഡിസിൻസ് ഒക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില മെഡിസിൻസ്, ചില എക്യുപ്മെന്റ്സുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് അവരുടെ ഈ എന്താ പറയാ, നമ്മള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഈ വ്യക്തിക്ക് എന്താണ് ചില ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും, മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് വ്യക്തിക്ക് പെട്ടെന്ന് പ്രഷറും എന്താ പറയുക വേരിയേഷൻസ് ഒക്കെ സംഭവിക്കും. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് വേണം ഈ വ്യക്തിക്ക് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കാനും ഈ എക്യുപ്മെന്റ്സിനനുസരിച്ചുള്ള പ്രത്യേക പ്രാഥമിക ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കാനായിട്ട്. അപ്പൊ അതെല്ലാം നോട്ടബിളി കൃത്യമായിട്ട് തന്നെ നോക്കണം എന്ന് പറയുന്നത്. മോഷൻ ഫാക്ട്സ് എന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മുടെ ആംബുലൻസിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ എയർവേ വഴിയായിട്ടാണെങ്കിലും ഈ വ്യക്തിയെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ചലനത്തോടു കൂടിയിട്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, പ്രഷറുകളിലൊക്കെ വേരിയേഷൻ സംഭവിക്കാം. അപ്പൊ ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്താൽ മാത്രമേ ഈ വ്യക്തിക്ക് എന്താണ് കൃത്യമായിട്ട് കൊടുക്കേണ്ട മെഡിസിൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏത് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കാൻ പറ്റുക എന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. So it may be cautious to use invasive blood pressure inspection in a selected subset of patients. അപ്പൊ അതനുസരിച്ച് പേഷ്യൻസിന്റെ നല്ല ആരോഗ്യം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. All the inspection equipment should be secured accurately and should be placed at below the level of the patient for uninterrupted inspection. ഒരിക്കലും നമ്മള് കൃത്യമായിട്ടല്ല ഇത് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് എങ്കിൽ എന്താ സംഭവിക്കാം, ഈ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം അല്ല എന്താ പറയുക ശരീരത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇതാവില്ല. അപ്പൊ ബിലോ ആയിട്ട് വരും, താഴേക്ക് പേഷ്യന്റ് വീണ്ടും താഴേക്ക് വഷളായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കെയർഫുൾ ആയിരിക്കണം. The electrical device must be functional on battery power with the provision of extra batteries during transfer. ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാം മെഷീൻസ് ഒക്കെ അല്ലെ മിക്കവാറും മെഷീൻസോട് കൂടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുന്നത് വീണ്ടും ഒരു ചെറിയ വൈദ്യുത പ്രവാഹം കൊടുത്തിട്ടാണ് ഈ വ്യക്തിയെ പുഷ് ചെയ്ത് ഹൃദയമിടിപ്പ് വീണ്ടും വർദ്ധിപ്പിക്കുന്നത് നിലനിർത്താനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ടൈമില് കൃത്യമായ ഒരു ഇലക്ട്രിക് സപ്പോർട്ടുകളൊന്നും ഇല്ലെങ്കിൽ, ഉപകരണങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണ് ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇലക്ട്രിക്കൽ ഡിവൈസ് മസ്റ്റ് ബി ഫങ്ഷണൽ ആയിരിക്കണം. ബാറ്ററി പവർ വിത്ത് പ്രൊവിഷൻ ഓഫ് എക്സ്ട്രാ ബാറ്ററി. ഇൻ കേസ് ഇത് എങ്ങാനും എന്താ പറയുക ഈ ബാറ്ററി താഴേക്ക് ലോറേഞ്ച് ആയി പോവുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ബാറ്ററീസും കൂടി കരുതിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. Then patients on a ventilator must be shifted on a portable transport ventilators with the provision of a display of alarms associated with the tidal volume, airway pressure, expiratory ratio, expired oxygen fraction and respiratory rate. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകുന്ന ആംബുലൻസിലുള്ള സൈറൻ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐസിയിലൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് ശരീരത്തിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കുന്നത് ഇൻസ്പിറേറ്ററി എന്ന് പറയുന്നത് ആദ്യം ഓക്സിജന്റെ അളവും എക്സ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ പുറന്തള്ളുന്ന ആ റേഷ്യോ, കാർബൺ ഡയോക്സൈഡിന്റെ റേഷ്യോ എന്നൊക്കെ പറയുന്നത് അത് ഡിഫറെന്റ് ആണ് എങ്കിൽ അതിന്റെ കൂടിയുള്ള പ്രവർത്തനമാണ് എന്താ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായെങ്കിൽ ഒരു സൈൻ, അതിന്റെ ആ ഒരു ടൈഡൽ വോളിയം കൃത്യമായിട്ടല്ല എങ്കിൽ എന്താണ് അലാറം ഉണ്ടായിരിക്കും. നമുക്കറിയാലേ ഹാർട്ടിന്റെ ബീറ്റ് എന്തെങ്കിലും താഴ്ന്നിട്ടും എന്താണ് അവര് ടിക് ടിക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒച്ച ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒച്ചയ്ക്ക് ആ ഒരു സിഗ്നലെല്ലാം എന്താണ് ഈ ആംബുലൻസ് ഈ വെഹിക്കിളിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് പറയുന്നത് പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ മസ്റ്റ് ബി ഷിഫ്റ്റഡ് ഓൺ പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റേഴ്സ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഡിസ്പ്ലേ ഓഫ് അലാറംസ് അസോസിയേറ്റഡ്. അലാറത്തോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടുപോകേണ്ടത്. ടൈഡൽ വോളിയം, എയർവേ പ്രഷർ ഇതിന്റെയൊക്കെ കൃത്യമായിട്ട് എക്സ്പിറേറ്ററിയുടെ റേഷ്യോ അനുസരിച്ച് അതായത് ശരീരത്തിലേക്ക് എടുക്കുകയും പുറന്തള്ളുകയും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ താളം ഇറങ്ങിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എല്ലാത്തിനും എന്താണ് അവരുടെ അലാറംസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലേ ആ അലാറം വെച്ച് നോട്ട് ചെയ്ത് ഈ വ്യക്തിക്ക് എന്താണ് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ മെഡിസിൻസ് ഉണ്ടായിരിക്കണം, ഒപ്പം പിന്നെ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം,
അതോടൊപ്പം തന്നെ അലാറം സെറ്റ് ചെയ്തിരിക്കണം, ബാറ്ററീസ് സെറ്റ് നോക്കിയിരിക്കണം. എന്തെങ്കിലും എന്താ പറയുക ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം പെട്ടെന്നുള്ള പ്രോബ്ലംസ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എല്ലാം ഇവിടെ കീപ്പ് ചെയ്യണം. ഗരാജിലൂടെ അതായത് ഞരക്കിലൂടെ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഫഷൻ ഉണ്ടായിരിക്കണം, കൃത്യമായ സ്റ്റാഫ് ഉണ്ടായിരിക്കണം, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം എക്യുപ്മെന്റ്സിന്റെ നമ്മള് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിനുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? കുറെ കാര്യങ്ങൾ, അതായത് ഡോക്ടേഴ്സും സ്റ്റാഫുകളും എക്യുപ്മെന്റ്സും മെഡിസിൻസും എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അതിൽ പ്രധാനമായിട്ടും എക്യുപ്മെന്റ്സും ഡ്രഗ്സും അതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ പ്രൊഫഷനിൽ കൃത്യമായിട്ട് പറയുന്നത്. ഈ പാരഗ്രാഫിൽ നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഓക്കെ, ഓരോ വ്യക്തിയുടെയും ഓരോ പേഷ്യന്റിന്റെയും രോഗാവസ്ഥ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ വ്യക്തിയുടെ എല്ലാ രോഗാവസ്ഥയും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറച്ചെങ്കിലൊക്കെ മെയിൻ ചെയ്ത് വെക്കുക, കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുമായി ബന്ധപ്പെട്ട കുറെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും, അതുമായി ബന്ധപ്പെട്ട കുറെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ടായെങ്കിലും അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമുള്ളതാണെന്നും അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുമ്പോൾ സ്പെഷ്യൽ സൈനോട് കൂടിയിട്ട് അല്ലെങ്കിൽ അലാറം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതില് എക്യുപ്മെന്റ്സും ഡ്രഗ്സും മോണിറ്ററിങ്ങും ആണ് പ്രധാനമായിട്ടും നമുക്ക് വിവരിച്ചു തരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി കൂടുതൽ എടുക്കാനായിട്ട് ടൈം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഒരു പാരഗ്രാഫ് കൂടി ഉണ്ടായുള്ളൂ. എനിവേ നിങ്ങൾ ഇതുവരെ എടുത്തപ്പോ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റൂല അല്ലെ? നിങ്ങൾക്ക് എങ്ങനെയാ ഒന്നും കൂടിയൊക്കെ വല്ലതും റിപ്പീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടോ? ഈ ടൈഡൽ വോളിയം എന്നൊക്കെ പറയുന്നതല്ലേ ശരിക്കും പറഞ്ഞ ഓക്സിജന്റെയും ഒരു ഇതെന്നൊക്കെ പറയുന്നത് 6000 മുതൽ 8000 വരെ മിനിറ്റില് അങ്ങനെയാണ് അവര് പറയുന്ന വോളിയം. അത്രയും ഇതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വലിച്ചെടുക്കുന്നത് അല്ലെ? ഓക്സിജന്റെ ഇതുകളൊക്കെ കാർബൺ ഡയോക്സൈഡിന്റെയും അളവ് എന്ന് പറയുന്നത്. നമ്മള് ഒരു മിനിറ്റ് കൊണ്ട് ഇത്രയും ഓക്സിജനൊക്കെ കയറ്റുന്നത് നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വോളിയം ഉണ്ട്, അതിനൊക്കെ ഒരു എന്താ പറയുക അളവുണ്ട്. അത് ആ അളവുകളെല്ലാം കൃത്യമല്ല എങ്കിൽ കൂടുതല് നമ്മൾ എന്താ പറയുക കൂടുതൽ ഓക്സിജനും എടുക്കാതെ അതിൽ കൂടുതൽ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എല്ലാം ഒരു ഈക്വലൈസേഷൻ വേണം. അതാണ് ആ ടൈഡൽ വോളിയം. നമ്മൾ കൃത്യമായിട്ട് ഓക്സിജൻ എടുത്ത് കൃത്യമായ റേഷ്യോയിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അതൊരു വ്യക്തി പേഷ്യന്റ് ക്രിട്ടിക്കൽ കെയർ ആണ്, അപ്പൊ കൊടുക്കേണ്ട ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്നൊക്കെ പറയുന്നത് അതാണ്. എയർവേ പ്രഷർ വഴി എന്തെങ്കിലും ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തുള്ളതുമായ റേഷ്യോ, അല്ലെങ്കിൽ എന്താ പറയുക റെസ്പിറേറ്ററി റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടിയിട്ടുള്ള റേറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ എന്താ പറയണം ഓരോ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതിൽ കുറെ റിലാക്സ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെഡേറ്റീവ് മയക്കത്തോടു കൂടി കിടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനാൽജസ്റ്റിക് എന്ന് പറയുന്ന വേദനാ സംഹാരികളോട് കൂടിയിട്ട് ഈ ഡ്രോപ്സ് ആൻഡ് റെസ്പിറേഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഉള്ളിലേക്ക് നമുക്ക് എന്താ പറയുക നമ്മൾ ഓരോ വ്യക്തിയെ ലാസ്റ്റ് 2 പോയിന്റ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. All the inspection equipment should be secured accurately at and should be placed at below the level of the patients for uninterrupted inspection. അപ്പൊ നമ്മള് കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷനോട് കൂടിയിട്ടല്ല ഇതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. സെക്യൂർഡ് ആക്യുറേറ്റ്ലി ആയിട്ട് നമ്മള് എന്താ പറയുക പേഷ്യന്റ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് എങ്കിൽ എന്താ സംഭവിക്കാം? ഈ വ്യക്തിയുടെ ലെവൽ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതിനേക്കാളും വഷളായിട്ട് വരും. ഇലക്ട്രിക്കൽ ഡിവൈസ് മസ്റ്റ് ബി ഫങ്ഷണൽ ഓൺ ബാറ്ററി. ഇൻ കേസിൽ നമ്മൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. നമ്മൾ പറഞ്ഞു ചില ഇതുകൾക്കെല്ലാം അല്ലെ ചില എക്യുപ്മെന്റ്സിലെല്ലാം ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട്. ഇപ്പൊ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ഒരു ഓക്സിമീറ്റർ യൂസ് ചെയ്യാം. നമ്മളത് കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഓക്സിജന്റെ അളവും ഒക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആ ബാറ്ററിക്ക് ആ എക്യുപ്മെന്റിന്റെ ഉള്ളിലുള്ള ബാറ്ററി വീക്ക് ആണെങ്കിൽ എന്താണ് അവർക്കത് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ സാധിക്കില്ല. ഇന്ന് ഇത്രത്തോളം ഓക്സിജൻ വലിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ബാറ്ററി പീസ് ആണെങ്കിൽ എന്താണ്
ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താ പറയുക അവരെ വാല്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കി വേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഇൻ കേസ് ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഓഫ് എക്സ്ട്രാ ബാറ്ററി ഡ്യൂറിങ് ട്രാൻസ്ഫർ. വേറെ എക്സ്ട്രാ ഈ ഇന്ന എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, ആ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും എക്സ്ട്രാ ബാറ്ററികളും നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് patients on a ventilator must be shifted on a portable transport ventilators with the provision of a display of alarm associated with the tidal volume. അതായത് ഈ വെന്റിലേറ്ററിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് ടൈഡൽ വോളിയം എന്നൊക്കെ ഉള്ളത് അലാറം അസോസിയേറ്റഡ് വെച്ച് നമ്മൾ ഫിക്സ് ചെയ്യണം. നേരത്തെ പറഞ്ഞു, അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറന്തള്ളുകയും ഓക്സിജനെ വലിച്ചെടുക്കുകയും ചെയ്യേണ്ട ആ ഒരു കൃത്യമായ റേഷ്യോ ഉണ്ട്. അത് ഇത്ര രീതിയിൽ ഓക്സിജൻ വലിച്ചെടുക്കും, ഇത്രയും എമൗണ്ട് തന്നെ പുറന്തള്ളുകയൊക്കെ വേണം. അതിനൊക്കെ ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിലൊക്കെ വേരിയേഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യക്തി ഓക്സിജൻ എടുക്കുന്നതിന് പകരം എന്താ പറയണ ആ ഓക്സിജൻ കൂടുതൽ എടുക്കുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പക്ഷെ കുറഞ്ഞ തലൊന്നുണ്ടായിരിക്കും, ഓക്കെ ആയിരിക്കും. പക്ഷെ ഓക്സിജൻ എടുക്കുന്ന കപ്പാസിറ്റി കുറവായിരിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെ? നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അത് മെഷർ ചെയ്യാൻ അലാറം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് മെഷർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ആ അലാറത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും ഓക്സിജന്റെ അളവ് കുറവാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ അലാറം ഇങ്ങനെ അടിക്കുന്നത്, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഈ കൂടെ വ്യക്തികൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അകത്തേക്ക് വലിച്ചെഴുതുന്ന എക്സ്പിറേറ്ററി പുറത്തേക്ക് തള്ളുന്നത്, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻസ് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്, ഇത് രണ്ടും ഒരു ഈക്വലൈസേഷൻ ആയിരിക്കണം, ടൈഡൽ വോളിയത്തിലായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അത് അലാറം അസോസിയേറ്റഡ് വിത്ത് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെയാണോ? കിട്ടിയോ? ലാസ്റ്റ് 2 പോയിന്റ് മനസ്സിലായോ? ആരാ ചോദിച്ചത്? ഓക്കെ. അപ്പോ ഇനി എന്തെങ്കിലും നിങ്ങള് കുറെ പേര് അല്ലെ, കുറെ പുതിയ പുതിയ വേർഡ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ കുറച്ചു നേരം ഇപ്പൊ ഇത് കുറച്ച് വായിച്ചു, ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായി. പിന്നെ ഇനിയും ഞാൻ പറഞ്ഞില്ല, ആംബുലൻസിന്റെ ക്ലാസ്സിൽ വരുമ്പോഴും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം അതിന് ട്രാൻസ്ഫർ തന്നെയല്ലേ നടക്കുന്നത്. ആംബുലൻസ് എന്ന് പറഞ്ഞ PDF-ലും മെയിൻ ആയിട്ട് നടക്കുന്നത് ട്രാൻസ്ഫർ ആണ്. അപ്പൊ അവിടെയും ഇങ്ങനെ രോഗികളെ കുറിച്ച് കൊണ്ട് പ്രത്യേകം നിർവചിക്കുന്നുണ്ട്. അപ്പൊ ആ രോഗത്തിനെ കുറിച്ച് വീണ്ടും നമ്മൾ കേൾക്കുകയാണ്, ഒന്നും കൂടി നമ്മൾ ക്ലാസ് ചെയ്യും. അങ്ങനെ അത് കുറേശ്ശെ നമ്മള് ഇതിനെ കുറിച്ച് കുറെ പഠിച്ചു വരും. പെട്ടെന്ന് ചിലപ്പോ കുറെ ഇതുകളൊക്കെ ആവുമ്പോ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇപ്പൊ നഴ്സുമാര് അതല്ലെങ്കിൽ എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ട കുറെ കോഴ്സ് കഴിഞ്ഞവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ ഇൻ കേസ് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുറേശ്ശെ മനസ്സിലാവും. നെക്സ്റ്റ് കാര്യങ്ങൾ അടുത്ത ക്ലാസ് വരുമ്പോഴും നമുക്ക് ഓക്കെ ആകും. ഓക്കെ. പിന്നെ കൂടുതൽ എന്താ പറയാ, നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം എന്നില്ലല്ലോ, നമുക്കിത് കുറച്ച് അറിഞ്ഞു വെക്കുക എന്നാണല്ലോ നമ്മുടെ മെയിൻ എയിം. നമ്മളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഇത്തരം വർക്കുകൾ, അതായത് അങ്ങനത്തെ ഡ്യൂട്ടികൾ ചെയ്യേണ്ടതായിട്ട് വരില്ലല്ലോ. കുറെ മനസ്സിലാക്കി വെക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി നടക്കുന്നത്. ഇപ്പൊ ഒരു ട്രാൻസ്ഫർ പേഷ്യന്റിന്റെ കാര്യമാണ് വന്നേക്കുന്നത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള മീനിങ്ങുകളൊക്കെ മനസ്സിലാക്കി വെക്കാം, വേറെ രീതിയിൽ വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ? ക്ലിയർ ആയെന്ന് തന്നെ പറയണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ആരും ഞാനത് കമ്പ്യൂട്ട് ചെയ്തില്ലല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മനസ്സിലായോ എന്നെടുത്തത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കൂട്ടാ. കൂടി ഓക്കെ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇവേ നമ്മുടെ ടൈമും കഴിഞ്ഞു. ഞാൻ എന്താ പറയാ, ഇത് അൺമ്യൂട്ട് ആക്കിയില്ലെങ്കിൽ മെസ്സേജ് വഴി നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ, അല്ലേ? അപ്പൊ ഞാൻ അവസാനിപ്പിച്ചോട്ടെ? ഓക്കെ അല്ലേ? എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കാനുള്ള. ബൈ.